അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൂങ്കാവന മാസികയിലെ കുട്ടി വാശിക്കാരനാണോ എന്ന തലവാചകത്തിൽ ഡോക്ടർ BM മുഹ്സിൻ എഴുതിയ ലേഖനമാണ് വായിക്കുന്നത്. തുടങ്ങുന്നു. ഒടുക്കത്തെ വാശിയാണ് അവൻ വിചാരിച്ചത് മാത്രമേ ചെയ്യൂ. ഒരു കാര്യത്തിൽ വാശി പിടിച്ചാൽ പിന്നെ അത് കിട്ടിയേ അടങ്ങൂ, ഇല്ലെങ്കിൽ തീനും കുടിയുമില്ല. മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാർ പറയുന്ന പരാതികളാണിത്. കുട്ടികൾ എങ്ങനെയാണ് വാശിക്കാരായി മാറുന്നത്? അതിൽ കുട്ടികൾക്ക് എന്തു പങ്കാണുള്ളത്? മാതാപിതാക്കളുടെ റോൾ എന്താണ്? പാരമ്പര്യത്തിന്റെ ചെറിയ സ്വാധീനമുണ്ടാകാമെങ്കിലും ഏതൊരു സ്വഭാവത്തിനും കിട്ടുന്ന പ്രതികരണത്തിനനുസരിച്ചാണ് അത് കൂടുന്നതും കുറയുന്നതും. 4 വയസ്സുകാരൻ കളിക്കാൻ വേണ്ടി ഉമ്മയോട് ഫോൺ ചോദിച്ചു. ഉമ്മ തരില്ല എന്ന് പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചു. ഉമ്മ ഉറക്കെ പറഞ്ഞു, നിന്നോടല്ലേ പറഞ്ഞത് തരില്ലെന്ന്. അവനും ശബ്ദം കൂട്ടി, എനിക്ക് വേണം. പിന്നെ അവൻ കരയാൻ തുടങ്ങി, നിർത്താത്ത കരച്ചിൽ. അപ്പോഴാണ് അപ്പുറത്തെ റൂമിൽ നിന്ന് ഭർത്താവിന്റെ ഉമ്മ പറയുന്നത്, എടീ ആ ഫോൺ അങ്ങ് എടുത്തു കൊടുത്തേക്ക്. കരഞ്ഞ് കരഞ്ഞ് തലവേദന വരും. പിന്നെ നമ്മൾ തന്നെ അത് കാണേണ്ടി വരും. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് വാങ്ങിവെക്കാം. അങ്ങനെ അവന് ഫോണ് കിട്ടി. ഈ കുട്ടിക്ക് ഒരു സന്ദേശം ലഭിച്ചിരിക്കുന്നു. അതെന്താണ്? നേരെ ചോദിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഉറക്കെ ചോദിക്കുക, എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ കരയുക, എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ ഉച്ചത്തിൽ കരയുക. എന്നാൽ താൻ ഉദ്ദേശിച്ചത് ലഭിച്ചത് തന്നെ. കുട്ടി പിന്നീട് എന്തിനും ഈ മാർഗം സ്വീകരിക്കും. ഇവ ഫലിക്കാതെ വന്നാൽ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കും. നിലത്ത് കിടന്നുരുളും, മറ്റു വസ്തുക്കൾ പൊട്ടിക്കും, ഉമ്മയെയോ ചെറിയ കുട്ടിയുണ്ടെങ്കിൽ അവരെയോ കോഴി പോലെയുള്ള ജീവികളെയോ ഒക്കെ ഉപദ്രവിക്കും. ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം പഠിച്ച കുട്ടി പിൽക്കാലത്ത് ഏതറ്റം വരെയും പോകാം, കാര്യം സാധ്യമാക്കാൻ വേണ്ടി. ഇങ്ങനെ പെരുമാറാനുള്ള പ്രോത്സാഹനം കിട്ടിയത് ഉമ്മയിൽ നിന്നാണ്. ഒരു വസ്തു തരില്ല എന്ന് മക്കളോട് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് കൊടുക്കരുത്. അങ്ങനെ പറയുന്നതിന് മുമ്പ് ആലോചിക്കുക, അത് കൊടുക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന്. തരില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ എന്തൊക്കെ ചെയ്താലും കൊടുക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് തരാതിരിക്കുന്നതെന്ന് അവന്റെ പ്രായത്തിനനുസരിച്ച് അവനെ ബോധ്യപ്പെടുത്തുക. ബ്ലേഡ് ചോദിച്ച് പ്രശ്നമുണ്ടാക്കുന്ന കുട്ടിയെ അത് മൂർച്ചയുള്ളതാണെന്നും മുറിവ് ഉണ്ടാക്കുന്നതാണെന്നും മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അത് കൊടുക്കരുത്. കത്തിയും കത്രികയും എടുത്ത് കളിക്കുന്ന 1.5 വയസ്സുകാരനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഉമ്മമാർ ചിന്തിക്കുക, 1.5 വയസ്സുകാരനെ കിട്ടുന്നിടത്ത് കത്തി വെച്ചതുകൊണ്ടല്ലേ അവനത് കിട്ടിയത്. കുട്ടികൾക്ക് കിട്ടുന്നിടത്ത് വെക്കുകയും എന്നിട്ട് അത് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതും ശരിയല്ല. കുട്ടികൾ എടുക്കാൻ പാടില്ലാത്തവ അവരുടെ പരിധിക്ക് ഉള്ളിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായിട്ടാണ് ചെറുപ്പത്തിൽ തന്നെ ചങ്ങാത്തം കൂടുന്നത്. മൊബൈൽ ഫോൺ, ടാബ്, ഗെയിം പ്ലെയർ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ തുടങ്ങി പല ഡിവൈസുകളുമായിട്ടാണ് കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഇത് അവരുടെ ബുദ്ധിവികാസത്തെയും ആശയവിനിമയ ശേഷിയെയും ക്രിയാത്മകതയെയും സാരമായ രീതിയിൽ ബാധിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. കുട്ടികളുമായി കൌൺസിലിംഗിന് വരുന്ന പല ഉമ്മമാരും പറയുന്ന പരാതിയാണ് ഇവന് അക്രമാസക്ത കൂടുതലാണെന്ന്. എന്തു പറഞ്ഞാലും എന്നെ തല്ലാൻ വരികയോ ചാടിക്കയറി ഇടിവെട്ടും പോലെ പ്രതികരിക്കുകയുമൊക്കെ പതിവാണ് എന്ന്. അനുജന്മാരെ ശാരീരികമായി ഉപദ്രവിക്കുന്നവരുടെ എണ്ണവും കുറവല്ല. ഇത്തരം സ്വഭാവങ്ങളുടെ പ്രധാനപ്പെട്ട കാരണമാണ് കുട്ടികൾ കാണുന്ന കാർട്ടൂണുകളും ഗെയിം പ്ലെയറിലോ മൊബൈലിലോ കമ്പ്യൂട്ടറുകളിലോ കളിക്കുന്ന വീഡിയോ ഗെയിമുകളും. കാവൽക്കാരെയൊക്കെ വെടിവെച്ചു കൊന്ന് നിധി തേടിപ്പോകുന്ന രാജകുമാരന്റെയും കാട്ടാളന്മാരുടെ പിടിയിൽ നിന്ന് രാജകുമാരിയെ രക്ഷിക്കാൻ ആയുധങ്ങളുമായി പടവെട്ടുന്ന യോദ്ധാവിന്റെയും അതുപോലെയുള്ള അക്രമവാസനയുള്ള ഗെയിമുകളോടാണ് ആൺകുട്ടികൾക്ക് പ്രത്യേക താൽപര്യം. അതല്ലെങ്കിൽ വാഹനങ്ങളെയും വഴിയാത്രക്കാരെയും ഇടിച്ചു തെറിപ്പിക്കുന്ന തരത്തിലുള്ള ബൈക്ക്, കാറ്, ബസ് തുടങ്ങിയ റേസിംഗ് ഗെയിമുകളോടും മക്കളോടുള്ള സ്നേഹമാണെന്ന് വിശ്വസിച്ച് ഇതിനുള്ള പണമയക്കുന്ന ഉപ്പമാരും അത് അഭിമാനപൂർവ്വം വാങ്ങിക്കൊടുക്കുന്ന ഉമ്മമാരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾ അക്രമവാസനയുള്ളവരായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ 7 സഹപാഠികളെ കൊന്ന് സ്വയം വെടിവെച്ച് മരിച്ച കൌമാരക്കാരനായ കൊലയാളിയെക്കുറിച്ച് പോലീസ് പഠനം നടത്തിയപ്പോൾ മനസ്സിലായത് ദിവസവും മണിക്കൂറുകളോളം അക്രമവാസനയുള്ള വീഡിയോ ഗെയിം കളിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ആ കൊലയാളി എന്നാണ്. ഒരു നാൾ നിങ്ങളുടെ മകനും അക്രമവാസനയുമായി നിങ്ങളുടെ നേരെ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. നിങ്ങൾ ചെയ്തു കൊടുത്ത സൗകര്യങ്ങൾ അവൻ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി.
ഇതുപോലെ തന്നെയാണ് സിനിമയിലും സീരിയലിലുമൊക്കെ അടിപിടി രംഗങ്ങളും കൊലപാതക രംഗങ്ങളും കണ്ടു വളരുന്ന മക്കളുടെ കാര്യവും. ഈ മക്കളൊക്കെ തന്നെ ആക്രമണം, കൊലപാതകം എന്നിവയോട് വെറുപ്പില്ലാത്ത, വിസമ്മതമില്ലാത്ത അവസ്ഥയിലേക്ക് പരിവർത്തനപ്പെടുന്നു. അന്യന്റെ ചോര വീഴുന്ന രംഗങ്ങൾ ഏറെക്കുറെ ഇവർക്ക് അത് നേരിട്ട് കാണുന്നതിലും ചെയ്യുന്നതിലും ഒരു മനഃസാക്ഷി കുത്തുമുണ്ടാകാതെ വരുന്നു. കാണുന്നതെന്തും അനുകരിക്കുന്നത് കുട്ടികളുടെ സ്വഭാവമാണ്. പ്രത്യേകിച്ചും ഹീറോയാകാൻ അവരെ സഹായിക്കുന്ന കാര്യങ്ങൾ. ഡ്യൂപ്പിനെ വെച്ച് സിനിമാ നായകൻ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ അനുകരിച്ച് കൈയും കാലും ഒടിയുന്ന കേസുകൾ നിരവധിയാണ്. നായകൻ ഇടിക്കുന്നത് പോലെ ഇടിക്കാൻ ആരെയും കിട്ടാഞ്ഞിട്ട് 3 വയസ്സുകാരി പെങ്ങളുടെ മൂക്കിടിച്ച് പഞ്ചറാക്കിയ 7 വയസ്സുകാരനും ഇതിന്റെ ഉൽപ്പന്നമായിരുന്നു. സ്കൂളിൽ സഹപാഠികളെ കടിക്കുകയും ഇടിക്കുകയും ചെയ്യുന്ന കുട്ടികളിലെ നല്ലൊരു ശതമാനം ടിവിയിലെ ഉന്നത താരങ്ങളെ അനുകരിച്ചതായിരുന്നുവെന്ന് സ്കൂൾ കൌൺസിലർമാർ സാക്ഷ്യം വഹിക്കുന്നു. പഠനങ്ങൾ കാണിക്കുന്നത് ചെറിയ കുട്ടികളിൽ ഭൂരിപക്ഷത്തിന്റെയും വിശ്വാസം ടിവിയിൽ കാണുന്ന കഥാപാത്രങ്ങൾ ടിവിക്കുള്ളിൽ ജീവിക്കുന്നു എന്നാണ്. അതുകൊണ്ടുതന്നെ യാഥാർത്ഥ്യത്തിന്റെയും അല്ലാത്തതിന്റെയും ഇടയിൽ കുട്ടികൾ പകച്ചുപോകുന്നു. ജയ് ഹനുമാൻ സീരിയൽ കണ്ട കുട്ടികൾ ഹനുമാൻ എന്നുറക്കെ വിളിച്ച് ബിൽഡിംഗിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത് ടിവിയിൽ പറന്നുവന്ന് രക്ഷപ്പെടുത്തുന്ന ഹനുമാൻ തങ്ങളെയും രക്ഷപ്പെടുത്തുമെന്ന ധാരണയിലാണ്. ഇങ്ങനെ ജീവിക്കുന്ന ലോകത്തെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ മാനസിക വൈകല്യങ്ങൾ ബാധിക്കുന്ന കുട്ടികളും നിരവധിയാണ്. ഗെയിം കളിക്കുന്നവരും ടിവി കാണുന്നവരുമൊക്കെ അത് എത്രത്തോളം കാണുന്നുവോ അതിനനുസരിച്ച് കൂടുതൽ കാണാനുള്ള ത്വര വർദ്ധിക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് അടിമപ്പെട്ട കുട്ടികളെ എത്ര വിളിച്ചാലും സമയത്തിന് ഭക്ഷണം കഴിക്കാൻ വരില്ല. ഈ റൗണ്ട് തീർക്കട്ടെ, അല്ലെങ്കിൽ ഈ സീൻ കഴിയട്ടെ, ഈ കോട്ട കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവർ. കൂടുതൽ പറഞ്ഞാൽ അക്രമാസക്തരാവുകയോ മറ്റെന്തെങ്കിലും ചേഷ്ടകൾ കാണിക്കുകയോ ചെയ്യും. ഒരിക്കൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഒരു പരിപാടി കഴിഞ്ഞ് ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും 5 വയസ്സുള്ള മകനുമാണ് അവിടെ ഉള്ളത്. ഏതാനും മണിക്കൂർ ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങൾ വന്നതു മുതൽ ആ 5 വയസ്സുകാരൻ മൊബൈൽ ഫോണിലോ ഗെയിം പ്ലെയറിലോ ആയി മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോടൊന്ന് സംസാരിക്കാൻ പോലും അവൻ വരുന്നില്ല. അതിനോടുള്ള അവന്റെ ആസക്തി മനസ്സിലാക്കിയ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ സ്നേഹപൂർവ്വം വാങ്ങിവെച്ചു. അപ്പോൾ അവൻ ഗെയിം പ്ലെയറിലായി. അതും ഞാൻ വാങ്ങിവെച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൻ മറ്റൊരു മൊബൈലുമായി വന്നു. അതും ഞാൻ കൈക്കലാക്കി. പിന്നെ ഉപ്പാന്റെ ലാപ്ടോപ്പായിട്ടാണ് അവൻ വരുന്നത്. അതും ഞാൻ വാങ്ങിയപ്പോൾ ടാബിലായി അവന്റെ ശ്രദ്ധ. അതും വാങ്ങിവെച്ചപ്പോൾ അവനാകെ വെപ്രാളമായി. എന്നെ ആക്രമിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്നവൻ നോക്കി. ഉപ്പയെ ആക്രമിക്കാൻ നോക്കി. അവന്റെ ഉമ്മയെ കടിച്ചു. ഇടയ്ക്കൊന്ന് കരഞ്ഞു. പിന്നെ അപസ്മാരം ബാധിച്ച കുട്ടികൾക്ക് ഉള്ളതുപോലെ എന്തൊക്കെയോ ശബ്ദങ്ങളും ചേഷ്ടകളും. അത്രയധികം ഡിവൈസുകളുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും കാലം അവൻ ജീവിച്ചത്. ഈ കുട്ടികൾ ഇങ്ങനെ വളർന്നു വന്നാൽ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഡിവൈസുകളിലായിരിക്കും. മനുഷ്യരുമായി കൂട്ടുകൂടാനോ ബന്ധങ്ങൾ നിലനിർത്താനോ അവർക്ക് സാധിക്കില്ല. ഇത്തരം കുട്ടികൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഒറ്റപ്പെട്ട ജീവിതം. ഇവരുടെ കൂട്ടുകാർ ചെറുപ്പം മുതൽ ഇത്തരം ജീവനില്ലാത്ത ഉപകരണങ്ങളായതുകൊണ്ട് ജീവനുള്ള മനുഷ്യ മക്കളിൽ നിന്ന് പ്രായം കൂടുന്തോറും ഇവർ കൂടുതൽ അകന്നുകൊണ്ടിരിക്കും. മുമ്പൊക്കെ പ്രബലമായ ചർച്ചകളുമായി ക്യാമ്പസുകളിലേക്ക് കടന്നുപോയിരുന്ന കുട്ടികൾ ഇന്ന് വയറുകൾ 2 ചെവികളിലും തിരികെ വെച്ച് ഒറ്റക്കാണ് പോകുന്നത്. മറ്റുള്ളവന് എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ലാത്ത സമ്പൂർണ്ണ അരാഷ്ട്രീയതയിലേക്ക് ഇവൻ വഴുതി വീഴുകയും സമൂഹത്തിന് ഒരു ഭാരമായി തീരുകയും ചെയ്യും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാത്തതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്വയം നേരിടേണ്ടി വരികയും മിക്കവാറും പരാജയപ്പെടുകയും ചെയ്യും. മറ്റുള്ളവരുമായി ഇടപഴകാൻ സമയം വിനിയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ആശയവിനിമയശേഷി മറ്റുള്ളവരെക്കാൾ കുറവായിരിക്കും. ഇത് അവരുടെ പ്രൊഫഷണൽ ജീവിതത്തെയും കരിയറിനെ തന്നെയും ബാധിക്കാം. ഏതൊരു ജോലിക്കും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ശേഷിയാണ് നന്നായി ആശയങ്ങൾ കൈമാറാനുള്ള ശേഷി. ഇത് മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രം 10,000-ങ്ങളും ലക്ഷങ്ങളും മുടക്കി പരിശീലനങ്ങൾ നടത്താറുണ്ട് പ്രമുഖ കമ്പനികൾ. മാത്രവുമല്ല, ആശയവിനിമയ ശേഷിക്കുറവ് കുടുംബ ജീവിതത്തെയും ബാധിക്കും. ഇണക്ക് ആവശ്യമായ സ്നേഹം നല്ല വാക്കുകളിലൂടെ കൃത്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു അനിവാര്യതയാണ്. ഇത്തരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോവുകയും ക്രിയാത്മകമായി ഒന്നും ചെയ്യാത്തവരായി തീരുകയും ചെയ്യുന്നു. സ്ക്രീനിൽ കാണുന്ന കുറെ കഥാപാത്രങ്ങളിലും ഗെയിമുകളിലും ജീവിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ വ്യത്യസ്തമായ ചിന്തകളോ പുതിയ ആശയങ്ങളോ ഉദിക്കുകയില്ല.
അതുകൊണ്ട് തന്നെ സ്കൂളിൽ നടക്കുന്ന എക്സ്ട്രാ കരിക്കുലം പരിപാടികളിൽ ഇവർ പൂജ്യമായിരിക്കും. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ മറ്റുള്ളവർ ഹോംവർക്ക് ചെയ്യുന്ന സമയത്തും ഇവർ ഡിവൈസുകളിൽ തന്നെയായിരിക്കും. മറ്റു കുട്ടികൾ പഠിച്ച് മുമ്പിലെത്തുമ്പോൾ ഇവർ ഗെയിമുകൾ കളിച്ചും TV കണ്ടും പിറകിലായി പോകുന്നു. കൂടാതെ ഇത്തരം കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് കുറവായിരിക്കും. ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. ചെറിയ പ്രായത്തിൽ ചടഞ്ഞിരുന്ന് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ പൊണ്ണത്തടിയന്മാരായി മാറുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൂടെ വളരുന്ന കുട്ടികൾ സഹകരണ മനോഭാവം വളരെ കുറഞ്ഞവരും കാൽപ്പനിക ശേഷിയില്ലാത്തവരും പുതിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷ കുറഞ്ഞവരും മറ്റുള്ളവരെ അപേക്ഷിച്ച് സന്തോഷവും കുറഞ്ഞവരായിരിക്കാമെന്നാണ് ഫാമിലി റിസർച്ചിൽ പറയുന്നത്. പൂങ്കാവനം മാസികയിലെ കുട്ടി വാശിക്കാരനാണോ എന്ന തലവാചകത്തിൽ ഡോക്ടർ BM മുഹസിൻ എഴുതിയ ലേഖനമാണ് വായിച്ചത്. നിർത്തുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.